മീസോലിത്തിക് അല്ലെങ്കിൽ മിഡിൽ സ്റ്റോൺ ഏജ്. ഇതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് അറൗണ്ട് 10,000 BCE ടു 8,000 BCE ആണ്. 10,000 BCE ആണ് അപ്പർ പാലിയോലിത്തിക് ഏജ് എൻഡ് ചെയ്യുന്നത്. ഈ ഒരു 10,000 BCE ടു 8,000 BCയുടെ ഇൻ ബിറ്റ്വീൻ ആണ് ഈ ഒരു മീസോലിത്തിക് ഏജ്. ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടതാണ് മൈക്രോലിത്ത്, അതായത് സ്മോൾ സ്റ്റോൺ ടൂൾസ് ഇവർ യൂസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അതായത് ഫൈൻലി ഷേപ്പൻ ചെയ്തിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ആണ് യൂസ് ചെയ്തിരുന്നത്. ഇതിന് വുഡൻ ആയിട്ടുള്ളതോ ബോൺ യൂസ് ചെയ്തിട്ടുള്ള ഹാൻഡിൽസ് ആണ് ഇവർ യൂസ് ചെയ്തിരുന്നത്. അതുമാത്രമല്ല അനിമൽസിനെ ഇവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നു, അതായത് അനിമൽസിനെ ഇവർ വളർത്തിയിരുന്നു, ലൈക്ക് ഡോഗ്. അതുപോലെ തന്നെ കേവ് പെയിൻറ്റിങ്സ്, അതിനുള്ള എവിഡൻസ് ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇവർ ആർട്ട്, റിച്വൽസ്, സിംബോളിക് കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം നടത്തിയിരുന്നു എന്നുള്ളതിൻ്റെ എവിഡൻസ് ഭീംബേത്ക കേവ്സ് അതിനൊരു എക്സാമ്പിളാണ്. ഈ ഒരു ഭീംബേത്ക കേവ്സിൽ നിന്നും ഇതിനുള്ള എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. മധ്യപ്രദേശിലാണ് ഭീംബേത്ക കേവ്സ്. ഇവരുടെ ലൈഫ് സ്റ്റൈൽ ഇവർ സെമി നൊമാഡിക് ആണ്. അതുപോലെ തന്നെ ഹണ്ടിങ് നടത്തിയിരുന്നു, ഫിഷിങ് നടത്തിയിരുന്നു, ഇവർ ഗ്യാതറിങ്സും നടത്തിയിരുന്നു. അപ്പോൾ ഇതാണ് ഇവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വേർഡ് മെസോലിത്തിക് ഏജ്, മിഡിൽ സ്റ്റോൺ ഏജ്, ആ ഒരു നെയിം ഗ്രീക്ക് നെയിമാണ്. മീസോ മീൻസ് മിഡിൽ എന്നാണ് അതിൻ്റെ മീനിങ്. സോ ഈ ഒരു മെസോലിത്തിക് ഏജിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുമ്പോൾ ഹണ്ടിങ് ഗ്യാതറിങ് ലൈഫ് എൻഡ് ചെയ്യുന്നത് ഈ ഒരു മെസോലിത്തിക് ഏജിൻ്റെ ബിഗിനിങ്ങിലാണ്. ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു ഈ ഒരു ഏജിൽ. അതുപോലെ നൊമാഡിക് ലൈഫിൽ നിന്നും സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ലൈഫിലേക്ക് അന്നത്തെ പീപ്പിൾ ഷിഫ്റ്റ് ചെയ്യുന്നത് ഈ ഒരു മെസോലിത്തിക് ഏജിലാണ്. അവർ യൂസ് ചെയ്തിരുന്ന ടൂൾസ് മൈക്രോലിത്ത് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് മൈക്രോലിത്തിക് കൾച്ചർ എന്നാണ് ഈ ഒരു ഏജിനെ അറിയപ്പെടുന്നത്. അതായത് സ്മോൾ ആയിട്ടുള്ളതും ഷാർപ്പായിട്ടുള്ള സ്റ്റോൺ ടൂൾസാണ് ഇവർ യൂസ് ചെയ്തിരുന്നത്. ഫ്ലിൻറ്റ്, ക്വാഡ്സ് ഒക്കെയാണ് ഇതിന് വേണ്ടിയിട്ട്, അതായത് ഫ്ലിൻറ്റ് എന്ന് പറഞ്ഞാൽ ഹാർഡ് ഗ്രേറ്റ് റോക്കൊക്കെയാണ് ഈ ഒരു ടൂൾസ് ഉണ്ടാക്കാനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. ഷാർപ്പൻ ചെയ്തിട്ടുള്ള, ഷേപ്പ് ചെയ്തിട്ടുള്ള ടൂൾസ് ആയതുകൊണ്ട് തന്നെ സ്മോൾ സൈസ് ആയിരിക്കും. വുഡിലോ അല്ലെങ്കിൽ ബോൺ ഹാൻഡിൽസോ ഒക്കെയാണ് ഇവരിത് ഫിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇതിന് എക്സാമ്പിൾ, ഈ ടൂൾസിന് എക്സാമ്പിളാണ് ആരോ ഹെഡ്സ്, ബ്ലേഡ്, സ്ക്രാപ്പേഴ്സ്, പോയിൻറ്റ്സ്. ഇതെല്ലാം ഇവരുടെ ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഈ പീപ്പിൾ മെയിനായിട്ടും, അതായത് മെസോലിത്തിക് പീപ്പിൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഹണ്ടിങ്ങിലും ഫിഷിങ്ങിലും ഫുഡ് ഗ്യാതറിങ്ങിലുമാണ്. സീസണൽ കൾട്ടിവേഷനും ഇവർ നടത്തിയിരുന്നു, പക്ഷേ അത് ലിമിറ്റഡ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു മെസോലിത്തിക് ഏജിൽ വന്ന ആ ഒരു ഷിഫ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ലാർജ് അനിമൽ ഹണ്ടിങ്ങിൽ നിന്നും, അതായത് പാലിയോലിത്തിക് ഏജിൽ എല്ലാ അനിമൽസിനെയും ഇവർ ഹണ്ട് ചെയ്തിരുന്നു. പക്ഷേ മെസോലിത്തിക് ഏജിലേക്ക് വരുമ്പോൾ സ്മോൾ അനിമൽസിനെ മാത്രമേ ഹണ്ട് ചെയ്തിരുന്നുള്ളൂ. കൂടാതെ ഫിഷിങ്ങും ഇവരുടെ ഒരു ഒക്യുപ്പേഷൻ ആയിരുന്നു. അനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തതാണ് മറ്റൊരു ഷിഫ്റ്റ്, അതായത് ഡോഗ്സിനെയാണ് മെയിനായിട്ടും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്ന അനിമൽസിനെ യൂസ് ചെയ്തിരുന്നത് ഹണ്ടിങ്ങിൽ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നതിനും മാത്രമല്ല ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും കൂടിയാണ്. ഇവർ എങ്ങനെയാണ് ഇവരുടെ സെറ്റിൽമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ സെമി നൊമാഡിക് ലൈഫായിരുന്നു. ഇവർ സെറ്റിൽഡ് ആയിട്ടുള്ള ലൈഫ് ഉണ്ടായിരുന്നു. ഇവർ ലീവ് ചെയ്തിരുന്നത് റോക്ക് ഷെൽട്ടേഴ്സ്, അതുപോലെ കേവ്, ഓപ്പൺ ക്യാമ്പ്സിലാണ്. ഇതെല്ലാം റിവേഴ്സിൻ്റെയോ ലേക്സിൻ്റെയോ അടുത്തായിരിക്കും ഇവർ ഈ ഒരു ഷെൽട്ടർ കണ്ടെത്തിയിരുന്നത്. സീസണൽ മൂവ്മെൻ്റ് ആണ് നടത്തിയിരുന്നത്, അതായത് ഫുള്ളി സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ലൈഫായിരുന്നില്ല. ഒരു പ്ലേസിൽ നിന്നും ഒരു പ്ലേസിലേക്ക് സീസണൽ മൂവ്മെൻറ്റ് നടത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു സീസണൽ മൂവ്മെൻറ്റ് തന്നെയാണ് നിയോലിത്തിക് ഏജിലേക്കുള്ള ആ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ആർട്ട് ആൻഡ് കൾച്ചർ നോക്കുമ്പോൾ കേവ് പെയിൻറ്റിങ്സ് ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഹണ്ടിങ് സീൻസും ഡാൻസിങ് ഫിഗേഴ്സ്, അനിമൽസ്, ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് ഇതെല്ലാം ഇവരുടെ ആ ഒരു പെയിൻറ്റിങ്സ് ആയിട്ട് പല കേവ്സിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്.
ഇതിനുള്ള എവിഡൻസസ് ഉണ്ട്. ഈ ഒരു പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത് റെഡ് അതുപോലെ തന്നെ വൈറ്റ് പിഗ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് പെയിൻറ്റിങ്സ് ഇവർ ഒരു കേവ്സിൽ പെയിൻറ്റിങ്സ് ചെയ്തിരുന്നത്. ഇനി ഈ ഒരു മെസോലിത്തിക് ഏജ് അല്ലെങ്കിൽ മെസോലിത്തിക് സൈറ്റ്സ് ഇന്ത്യയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഒന്ന് ഭീംബേത്ക കേവ്സ് ആണ് മധ്യപ്രദേശിൽ. അവിടെ കേവ് പെയിൻറ്റിങ്സ് കണ്ടെത്തിയിട്ടുണ്ട്. മെസോലിത്തിക് ലൈഫ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. ബാഗർ രാജസ്ഥാനിൽ, ഇത് വൺ ഓഫ് ദ ലാർജസ്റ്റ് മെസോലിത്തിക് സൈറ്റാണ്. ലാംഗ്നാജ് ഗുജറാത്ത്, ഹ്യൂമൻ ബരിയൽസ് അതുപോലെ തന്നെ മൈക്രോലിത്ത്. അതായത് ഹ്യൂമൻ ബരിയൽസ് അന്നത്തെ ആ ഒരു ഏജിൽ നടത്തിയിരുന്നു എന്നുള്ളതിനുള്ള ഒരു എവിഡൻസ് ആണ് ഗുജറാത്തിലെ ലാംഗ്നാജിൽ കണ്ടെത്തിയിട്ടുള്ളത്. ആഡംഗർ മധ്യപ്രദേശിൽ റോക്ക് ഷെൽട്ടേഴ്സ് യൂസ് ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ എവിഡൻസ് ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. സരൈ നാഹാർ യു പിയിലാണ് ഹ്യൂമൻ സ്കെൽട്ടൻസ് അവിടെ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. മഹാദാഹ യു പി ബരിയൽസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ എവിഡൻസ് ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. അതായത് 2 പ്ലേസ് ഗുജറാത്തിലും ഉത്തർപ്രദേശിലുമാണ് ഹ്യൂമൻ ബരിയൽസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ എവിഡൻസ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്, ലാഗ്നാജിലും മഹാദാഹയിലും. അപ്പോൾ ഈ ഒരു ഹ്യൂമൻ ബരിയൽ പ്രാക്ടീസസ് അതിൻ്റെ എവിഡൻസ് എന്ന് പറയുന്നത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇവർ ലൈഫിലും അതുപോലെ തന്നെ ലൈഫ് ആഫ്റ്റർ ഡെത്തിലും ബിലീവ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് റിച്വൽ ഡെവലപ്മെൻറ്റ് ഈ അന്നത്തെ ആ ഒരു ഏജിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് കൂടിയാണ് ഈ ഒരു ബരിയൽ പ്രാക്ടീസസിൻ്റെ എവിഡൻസ് കണ്ടെത്തിയതിലൂടെ ലഭിച്ചത്.